ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് ഒരുപാട് നാളായിട്ട് ഞാൻ വാങ്ങണമെന്ന് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ ഈ റീസൺ ബേസിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ വലിയ ഹൈപ്പുള്ളതാണെന്ന് വെച്ചാൽ അത്യാവശ്യം കുറേ പേര് നല്ല ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ കൃതി സാനത്തിൻ്റെ സാധനം കേട്ടോ, കൃതി സാനം അങ്ങനെയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തിയുടെ ബ്രാൻഡാണ്. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഫ്രം ഹൈഫൻ. സോ ഞാൻ ഹൈഫനിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സുകൾ, കുറച്ചെന്ന് പറഞ്ഞാൽ ഞാനത് കോംബോ പോലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് യൂസ് ചെയ്തിട്ട് ആഫ്റ്റർ റിസൾട്ട് ഒരു വീഡിയോ ആക്കി എടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ എനിക്കൊരു കണ്ടന്റ് ആവുമല്ലോ. സോ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ പർച്ചേസ് ചെയ്ത് ഓരോ പ്രൊഡക്റ്റ് വെച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ആഫ്റ്റർ ഞാൻ അതൊരു 13 ഡേയ്സ് യൂസ് ചെയ്തതിന് ശേഷമുള്ളൊരു റിവ്യൂ ആയിട്ടും കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ആഫ്റ്റർ വീഡിയോ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം. ആൻഡ് ഞാനപ്പോൾ ഒരുപാട് ലാഗ് എടുപ്പിക്കുന്നില്ല. സാധാരണ ഞാൻ എടുക്കുന്ന വീഡിയോസ് എല്ലാം സീരിയസ്ലി എനിക്ക് വീഡിയോ എടുക്കാൻ അറിയത്തില്ല. അപ്പോൾ തന്നെ ഞാൻ നേരെ വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇൻഷോട്ടിലൊക്കെയാണ് എഡിറ്റ് ചെയ്യണം. അങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് എനിക്ക് അതുപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ അറിയില്ല. എഡിറ്റ് ചെയ്യാനും അറിയില്ല. എനിക്ക് അറിയാമെന്ന് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഫോണിലാണെങ്കിൽ വലിയ ക്ലാരിറ്റി ഉള്ള ഫോണൊന്നും അല്ല. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഉള്ളത് വെച്ചിട്ട് നമ്മളൊരു തട്ടിക്കൂട്ടൽ പരിപാടിയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് എൻ്റെ കയ്യിലുള്ള ഫണ്ട് വെച്ചിട്ട്, ആൻഡ് എസ്പെഷ്യലി ഗൈസ് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എൻ്റെ സ്വന്തം മോണീസിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനെല്ലാത്തിനും കൂടെ അറൗണ്ട് നല്ലൊരു എമൗണ്ട് എന്നെ വെച്ചിട്ട് നോക്കുമ്പോൾ, അത് എല്ലാവർക്കും വലിയ എമൗണ്ട് ആണോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്കത് അത്യാവശ്യം കുറച്ച് നല്ല എമൗണ്ടാണ്. സോ അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹത്തിന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ആൻഡ് വാങ്ങണ കുറേ സമയം ഞാൻ പേയ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് വരെ ഞാൻ വിചാരിച്ചു ഇത് വേണ്ട, ക്യാൻസൽ ചെയ്യാം, തിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അവർക്ക് സാരമില്ല, പോട്ടെ, ആഗ്രഹമല്ലേ, നമുക്ക് ഈ പൈസയൊക്കെ ഒരുപാട് കൂട്ടി വെച്ചിട്ട് എന്തിനാണ്, നമ്മുടെ ആഗ്രഹം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിച്ചുമല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ ആഗ്രഹം നടത്താൻ പറ്റുമെങ്കിൽ അതിൽ ഏറ്റവും വലിയ കാര്യം. സോ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പിന്നെ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഞാൻ ലാഗ് അടിപ്പിച്ച് ഒരുപാട് കഥകളൊന്നും പറയുന്നത്, ഞാൻ ഓൺലൈൻ്റെ പ്രൊഡക്ട്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അത് ഞാൻ അതൊരു വലിയൊരു പാക്കേജിലാണ് വന്നത്. അത് ഞാൻ കംപ്ലീറ്റ്ലി പൊട്ടിച്ചു. ഞാനല്ല, അമ്മ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള ഓരോരോ ബോക്സായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അവിടെ ബ്രൗണി ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും പ്രൊഡക്ട്സാണ് നമുക്ക് വന്നിട്ടുള്ളത്. താഴെ പോയിട്ടുണ്ടെങ്കിൽ അമ്മേനെ വെട്ടിക്കൊല്ലും. സോ ഇത് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. സോ ഞാൻ തമ്മനെയിലുള്ളതും കൂടെ കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഓരോന്ന് വെച്ചിട്ട് പൊട്ടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഈ എല്ലാ ബോക്സിലും സെയിം ഐറ്റം തന്നെയാണുള്ളത്. ഞാനത് 2 വെച്ച് വാങ്ങിച്ചു. ഒന്ന് എൻ്റെ അമ്മ ഇന്നേവരെ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യില്ല. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് മുഖം കുറച്ച് നല്ല ഇതൊക്കെ ആയിട്ട് ചെയ്യണം, കൊണ്ട് നടക്കണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വാങ്ങണ കൂട്ടത്തിൽ ഓർമ്മ എൻ്റെ അമ്മയ്ക്കൂടെ വാങ്ങിച്ചു കൊടുക്കാം എന്ന് വെച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് തന്നെ വരുന്നത് ഇങ്ങനെ ഒരു ബോക്സാണ് കേട്ടോ. ബോക്സിനകത്ത് 3 ഐറ്റംസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എൻ്റെ അമ്മ ഒന്ന് പൊട്ടിച്ചു. ഫസ്റ്റ് വൺ വരുന്നത് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ഓൾ ഐ നീഡ് സൺസ്ക്രീൻ SPF 15 PA++++ ആണ് ഈ സൺസ്ക്രീൻ വരുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ബട്ട് ഇത് എല്ലാവരും അത്യാവശ്യം ഹൈപ്പ് കൊടുത്തത് കൊണ്ടിട്ട് ഞാൻ വാങ്ങിച്ചു എന്നുള്ളതേ ഉള്ളൂ. സോ ഫസ്റ്റ് വരുന്നത് ഒരു സൺസ്ക്രീൻ ആണ്. ഇതും വേണമെങ്കിൽ പൊട്ടിച്ച് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഞാനീ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് ഫാൻ നിർത്താൻ പറ്റത്തില്ല. കാരണം ഫാൻ നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ നമുക്കിവിടെ നിൽക്കാനൊന്നും പറ്റില്ല. സോ വളരെ ചെറിയ പാക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ പകുതിയുടെ പകുതി ഈ സാധനം ഇല്ല. സോ ഇതും അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാനത് പൊട്ടിക്കുന്നില്ല. ഞാൻ പിന്നെ യൂസ് ചെയ്യുമ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ടിടാം. സോ അങ്ങനെ ഇതൊരു സൺസ്ക്രീൻ ഉണ്ട്. ഈ ഒരു പ്രൊഡക്റ്റാണ് ഇത്. വന്നിട്ട് ഗോൾഡൻ അവർ ഗ്ലോ സെറമാണ്. ഈ സെറം ഓൾറെഡി നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഒന്ന് പൊട്ടിച്ചാൽ മതി. ഇതും അതുപോലെ തന്നെ പാക്കേജിനെക്കാട്ടും തീരെ ചെറുതാണ് ക്വാണ്ടിറ്റി വരുന്നത്. സോ ഇതും ഹൈഫൻ്റെ ഒരു സെറമാണ്. ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് നൈറ്റിലാണോ എന്ന് എനിക്കറിയില്ല.
ഫേസ് എന്തായാലും അത്യാവശ്യം നല്ലതാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു സെറം. എനിക്ക് തോന്നുന്നു ഇത് രാത്രിയിലും ഓൾ സ്കിൻ ടൈപ്പ് ആണ് കേട്ടോ ഹൈഫൻ. ഇത് ഈ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാരിയർ ക്രീമാണ് കേട്ടോ. മുഖത്ത് എന്തെങ്കിലും ബാരിയർ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്രീമാണ്. എൻ്റെ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് സംടൈംസ്, ആൻഡ് സംടൈംസ് ഒരു ഭയങ്കര ഡ്രൈ സ്കിന്നായിട്ട് എനിക്കിരിക്കും. യൂഷ്വലി എനിക്ക് മോർണിംഗ്സിൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നായിട്ട് ഭയങ്കര ഇങ്ങനെ ബ്ലമിഷ് ഒക്കെ വന്നിട്ട് ഭയങ്കര സെൻസിറ്റീവായിട്ട് എനിക്കിരിക്കും. ആൻഡ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിന് അതങ്ങോട്ട് ഭയങ്കര ഡ്രൈ ഫീൽ എനിക്ക് തരും, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ തരും. അപ്പോൾ കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് മറ്റേ നമ്മുടെ ആയുർവേദ ഷോപ്സിൽ കിട്ടുന്ന എണ്ണയില്ല, നാൽപ്പാമ്പ്രാതി, അതൊക്കെ ഞാൻ ചുമ്മാ തേച്ചിട്ട് നടന്നു. അത് ഞാനൊരു 3-2 ഡേയ്സിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ പെട്ടെന്ന് പിമ്പിൾസ് ഒക്കെ വരാനായിട്ട് തുടങ്ങും. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ഇത് മേടിക്കാണ് ബാരിയർ ക്രീം. അങ്ങനെ ഇതും ഒരു ബാരിയർ ക്രീമാണ്. അവിടെ ഇവിടെ നിന്ന് നോക്കുക ഞാൻ എന്താ കാണിക്കുന്നത്. സോ ഇത് ഒരു സ്മെല്ലൊന്നുമില്ല കേട്ടോ, സ്മെല്ലേ ഇല്ല. എന്തോ ഒരു ചെറിയ ഒരു എവിടോ എന്തോ ഒരു സ്മെല്ലുണ്ടോന്നല്ലാതെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്മെല്ലൊന്നും ഇതിന് കിട്ടുന്നില്ല. സോ ഈ സെയിം സാധനം തന്നെയാണ് ഞാൻ ഒരു പാക്കറ്റിലൂടെ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഒന്ന് എൻ്റെ അമ്മയ്ക്കും ഒന്ന് എനിക്കുമായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് ഒന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സൈറ്റിൽ കയറി വാങ്ങിച്ചാൽ മതി. സെയിം സാധനം തന്നെയാണ്. ഒരു സൺസ്ക്രീനോ ഒരു നമ്മുടെ ആ ബാരിയർ ക്രീം ആൻഡ് സെറം ഈ മൂന്നായിട്ട് തന്നെ ഈ ബോക്സിൽ വേണം. ഇത് എൻ്റെ അമ്മയ്ക്കാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞു ബോക്സ് സീരിയസ്ലി ഗൈസ് എനിക്ക് ഈ കുഞ്ഞു ബോക്സിനകത്ത് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാനിത് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നോക്കാം. അതും ഹൈഫിൻ്റെ തന്നെയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഓയിൽ കൺട്രോൾ ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ക്ലെൻസർ ആണ്. ഐ തിങ്ക് ഇത് നല്ലൊരു ക്ലെൻസർ, പക്ഷെ ഞാൻ ഓർഡർ ചെയ്തതിന് മനസ്സിലില്ല, പക്ഷേ ഇത് നല്ലൊരു ക്ലെൻസറാണ്. സോ അതും 2 വെച്ചിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. സോ ഒന്നെനിക്കും ഒന്നെൻ്റെ അമ്മയ്ക്കും രണ്ടും ക്ലെൻസറാണ് ഹൈഫിൻ്റെ. സോ അങ്ങനെ ഇത്ര ഐറ്റംസ് ആണ്, പ്രോഡക്ട്സ് ആണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ക്ലെൻസർ, സൺസ്ക്രീന്, സെറം ആൻഡ് ബാരിയർ ക്രീം. ഈ 4 പ്രോഡക്ട്സ് ആണ് വന്നിട്ടുള്ളത്. 4 പ്രോഡക്ട്സിന് അത്യാവശ്യം നല്ലൊരു റേറ്റാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ റേറ്റ് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞാൻ പറയാം. ഈ ഒരു ഗോൾഡൻ അവർ ഗ്ലോ സിറത്തിന് വരുന്നത് 649 ആണ്. ആൻഡ് ഈ സൺസ്ക്രീന് വരുന്ന റേറ്റ് എവിടെയും കാണും 500 ആണ്. ഈ ഒരു 449 450 അറൗണ്ട് വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ക്ലെൻസറിന് വരുന്നത് 299. ആൻഡ് ഈ ബാരിയർ ക്രീമിന് വരുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ള ബേസ് ബാരിയർ ക്രീമിന് വരുന്നത് അത് 449 റുപ്പീസാണ് വരുന്നത്. ടോട്ടൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇത്രയുമാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ദ തിങ് ഈസ്, എനിക്കിത് എങ്ങനെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാനിത് യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് വേണം എനിക്കിത് യൂസ് ചെയ്യാം. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു മേ ബി ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ക്ലെൻസർ വെച്ചിട്ട് സീരിയസ്ലി ഞാൻ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതിന് മുമ്പ് ഏതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചു, പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യൂല ആയിരുന്നു. പക്ഷേ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ദെൻ ഞാൻ റീസെൻ്റ്ലി ആണ് മനസ്സിലാക്കുന്നത് നമ്മളെപ്പോഴും നല്ലൊരു സ്കിൻ ടൈപ്പിന് ചേർന്ന രീതിയിലുള്ള സ്കിൻ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ എൻ്റെ ഫേസ് ആണെങ്കിൽ എനിക്ക് ഒരുപാട് പിഗ്മെൻറ്റേഷൻസ് വന്നു, അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോൺസ് വന്നു, ആൻഡ് ഭയങ്കര ഡ്രൈ ആയി, പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്നു. ഞാനൊരു പനിയൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ എൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോൾ. ആ ഒരു സ്റ്റേജിലോട്ടൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് കുറച്ച് മാറ്റാനായിട്ട് ഈ സ്കിൻ കെയർ ഒക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടം അക്വാളജിക്കയുടെ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. ഞാൻ ഈ റീസെൻറ്റ് ഡേയ്സിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഡോട്ടാനിക്കയുടെ സൺസ്ക്രീൻ ആയിരുന്നു. അപ്പോൾ നാളെ ഇതൊന്നും എനിക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കണം. സോ ഇനി ഇതിനൊക്കെ പഠിച്ചിട്ട് ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നൊക്കെ നോക്കി പഠിച്ചിട്ട് വേണം എനിക്കിതൊക്കെ യൂസ് ചെയ്തിട്ട്. ആൻഡ് ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ 13 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. സോ യാ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഐഫോൺ ചെയ്താൽ കുറേ നാളായിട്ട് ഞാൻ എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. എനിക്കറിയില്ല എന്തോ ഇതിനോടുള്ളൊരു പ്രത്യേക താല്പര്യം. ഞാനത് യൂസ് ചെയ്തിട്ട് പോകില്ല, പക്ഷേ എനിക്ക് എന്തോ ഇത് യൂസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. സോ അങ്ങനെ ഈ പ്രോഡക്റ്റുകൾ
ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള കുറച്ച് റിവ്യൂസ് നിങ്ങളോട് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ആൻഡ് ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് 30 ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ ഒക്കെ ഞാൻ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.